ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാളെ പുതുവർഷമാണ്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. പുതിയ വർഷം എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞതാവാൻ ഭഗവാനോട് ഞാനും പ്രാർത്ഥിക്കാം. നാളെ പ്രദോഷത്തോടു കൂടിയിട്ടാണ് പുതിയ വർഷം ആരംഭിക്കുന്നത്. പുതിയ വർഷത്തിൻ്റെ തുടക്കം തന്നെ വളരെയധികം ഐശ്വര്യത്തോടു കൂടിയിട്ടാണ്. വ്യാഴാഴ്ചയും പ്രദോഷവും രോഹിണി നക്ഷത്രവും ഒന്നിച്ചു വന്നിരിക്കുന്ന അസുലഭമായിട്ടുള്ളൊരു മുഹൂർത്തം. വ്യാഴാഴ്ച പ്രദോഷം വരുന്നതിന് നമ്മൾ കുബേരപ്രദോഷം എന്ന് പറയും. പക്ഷേ വ്യാഴാഴ്ചയും രോഹിണി നക്ഷത്രവും പ്രദോഷവും ഒന്നിച്ചു വരുന്നതിന് സൗഭാഗ്യ പ്രദോഷം എന്നാണ് പറയുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ പ്രദോഷമാണ് നാളത്തെ ദിവസം. നാളെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. പ്രദോഷവ്രതം എടുക്കുന്നവർ ഒരുപാടുണ്ടാകും. നിങ്ങൾക്ക് പ്രദോഷവ്രതം കണ്ടിന്യൂ ചെയ്തെടുക്കാവുന്നതാണ്. എങ്ങനെയാണ് പ്രദോഷവ്രതം എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പുതിയ വർഷം ഐശ്വര്യപ്രദമാകാൻ നാളെ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ അതിപ്രധാനമായിട്ടുള്ള ലക്ഷ്മി പൂജയുണ്ട്. അതുകൊണ്ട് തന്നെ മിസ് ചെയ്യാതെ എല്ലാവരും അതൊക്കെ കണ്ട് ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ സൂര്യയന്ത്രം വരച്ചിട്ടുള്ള പ്രാർത്ഥനയും വഴിപാടും ചെയ്തിട്ടുണ്ട്. അതും ചെയ്യാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ നാളത്തെ ദിവസം പ്രദോഷത്തിന് ചെയ്യേണ്ടുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള കോടി നന്മകളും നമ്മളെ തേടി വരുന്ന എല്ലാ ഐശ്വര്യങ്ങളും ഒരു വർഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു റെമഡിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. നാളെ അതിരാവിലെ തന്നെ തുടങ്ങുന്ന പ്രദോഷം രാത്രി 10:45 വരെ ഉള്ളതുകൊണ്ട് നാളത്തെ ദിവസം മുഴുവൻ പ്രദോഷമാണ്. ത്രയോദശി തിഥിയാണ് പ്രദോഷം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ നാളെ സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ 5 തിരിയിട്ട് നെയ് വിളക്ക് തന്നെ നമ്മൾ കൊളുത്തി പറ്റാവുന്ന പൂക്കളൊക്കെ കൊണ്ട് എല്ലാ ദേവീദേവന്മാരെയും അലങ്കരിക്കണം. പുതിയ വർഷം ഏറ്റവും ഐശ്വര്യപ്രദമാവാൻ എല്ലാവരോടും പ്രാർത്ഥിക്കണം. വീട്ടിൽ ശിവലിംഗം, ഗണപതി ഭഗവാന്റെ വിഗ്രഹം, വേല്, വിഷ്ണു ഭഗവാന്റെ ഫോട്ടോ, വിഗ്രഹം ഒക്കെ ഉള്ളവർ അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം എല്ലാവരെയും ഒരുമിച്ച് വെച്ച് അഭിഷേകം ചെയ്യാൻ ശ്രമിക്കണം. ഇനി അഭിഷേകം ചെയ്യാത്തവർ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറി ക്ലീനാക്കി എല്ലാം വൃത്തിയാക്കി തന്നെ വെക്കണം. അതേപോലെ നാളെ പ്രദോഷമാണ്. അഭിഷേകം ചെയ്യുന്ന എല്ലാവരെയും ഒന്നിച്ച് വെച്ച് അഭിഷേകം ചെയ്യണം. താല്പര്യമില്ല എങ്കിൽ ശിവലിംഗമുണ്ടെങ്കിൽ ശിവലിംഗത്തിന് അഭിഷേകം ചെയ്ത് കൂവളത്തിലകൾ ഭഗവാന് സമർപ്പിച്ച് ഓം നമഃശിവായ മന്ത്രം 108 പ്രാവശ്യം ചൊല്ലി അതേപോലെ മഹാമൃത്യുഞ്ജയ മന്ത്രവും ചൊല്ലി പുതിയ വർഷം ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി നമുക്ക് ധനം വേണം എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് ആരോഗ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം എത്ര പണമുണ്ടെങ്കിലും ആരോഗ്യം എന്ന് പറയുന്നത് അതിന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ പണമുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് നല്ല ആരോഗ്യം തരണം എന്നുള്ളതാണ്. ആ ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ജോലി ചെയ്ത് ധനം സമ്പാദിക്കാൻ സാധിക്കും. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ല ആരോഗ്യം കൊടുക്കണമെന്നും ഒരു രീതിയിലുമുള്ള രോഗങ്ങളും നമ്മളെ അലട്ടരുതെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കൂവളത്തില ഭഗവാന് സമർപ്പിക്കണം. അതിനുശേഷം നിങ്ങൾ അന്നത്തെ ദിവസം അന്നദാനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷി മൃഗാദികൾക്കോ ചെറിയ ഉറുമ്പുകൾക്കോ നാളെ നിങ്ങൾ അന്നദാനം ചെയ്യണം. നാളത്തെ ദിവസം വിഷ്ണു ക്ഷേത്രം, ശിവക്ഷേത്രം, ദേവീക്ഷേത്രം ഒക്കെ സന്ദർശിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ദേശദേവതയോ കുടുംബദേവതയോ സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും ശിവക്ഷേത്രം നാളത്തെ ദിവസം സന്ദർശിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും സന്ധ്യയ്ക്ക് 4:30 to 6 വരുന്ന പ്രദോഷ സന്ധ്യാസമയത്ത് മുല്ലപ്പൂക്കളും ഭഗവാൻ അഭിഷേകത്തിനുള്ള കരിക്ക്, തേന്, പാല് ഇവയൊക്കെ ആയിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തണം. ഭഗവാന് നീലപ്പട്ട്, ഭസ്മം ഇവയൊക്കെ വാങ്ങി സമർപ്പിക്കുന്നതും നമ്മുടെ കുടുംബത്തിലോട്ട് ഐശ്വര്യം കൊണ്ടുവരുന്നതാണ്. നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഭഗവാന് കൂവളത്തില, ഒരേ ഒരു കൂവളത്തില മതിയാവും. 3 ഇതളുകളോട് കൂടിയിട്ടുള്ള ഒരേ ഒരു കൂവളത്തില എടുക്കുക. ഇനി വീട്ടിൽ കൂവളത്തില കിട്ടാനില്ലാത്തവർ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ക്ഷേത്രത്തിലെ തിരുമേനിയോട് ഒരു കൂവളത്തില, ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള ഒരു കൂവളത്തില തരാമോ എന്ന് ചോദിക്കുക. അതാണെങ്കിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളത് ആ കൂവളത്തിലയാണ്. ആ കൂവളത്തിലയുടെ പുറം ഭാഗത്ത്
നമ്മൾ നന്നായിട്ട് ചന്ദനം, അതായത് 3 ഇതളുകൾ, ഓരോ ഇതളുകളിലും നമ്മൾ ചന്ദനം റോസ് വാട്ടറിലോ ശുദ്ധമായ ജലത്തിലോ ചാലിച്ച് അത് തേച്ചിട്ട് ഓം നമഃശിവായ മന്ത്രം 11 പ്രാവശ്യം ആ ഒരു കൂവളത്തിൽ നമ്മുടെ കയ്യിൽ വെച്ച് ചൊല്ലിയിട്ട് വീട്ടിലുള്ള ശിവലിംഗത്തിനോ അല്ലെങ്കിൽ ശിവഭഗവാന്റെ ഫോട്ടോ, അത് ശിവകുടുംബമാവാം ശിവപാർവതി ഫോട്ടോയാവാം, എന്താണോ ഉള്ളത് അതിന് സമർപ്പിച്ചതിന് ശേഷം ഒരു രൂപ നാണയം കൂടി നിങ്ങൾ കയ്യിലെടുത്ത് ഈ വർഷം നിങ്ങൾ മറ്റൊന്നും പ്രാർത്ഥിക്കേണ്ട, പുതിയ വർഷം ധനസമൃദ്ധി, സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, ആരോഗ്യം ഇതെല്ലാം ഉണ്ടായിരിക്കണം എനിക്കെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് സമർപ്പിക്കുക. ഞാൻ പറഞ്ഞു, സൗഭാഗ്യപ്രദോഷമാണ് ഈ ഒരു ദിവസം വരുന്നത്. നമ്മൾ ശിവഭഗവാന് ഇത് ചെയ്തിട്ട്, അതായത് നമ്മൾ കൂവളത്തിൽ ചന്ദനം തേച്ച് ശിവഭഗവാന് സമർപ്പിച്ചു, 1 രൂപയും സമർപ്പിച്ചു. അതിന് ശേഷം അത് നമ്മൾ അവിടെ നിന്നെടുത്ത് ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം 11 പ്രാവശ്യം ചൊല്ലി മഹാവിഷ്ണു, അതിപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള കൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയാവാം, വിഗ്രഹമാകാം, വെങ്കടേശ്വര ഭഗവാനാവാം, ഏത് രൂപമാണെങ്കിലും, ഇപ്പോൾ ശ്രീരാമൻ്റെ ഫോട്ടോയോ ഉള്ളെങ്കിൽ അതാണെങ്കിലും മതിയാവും, അതിന് സമർപ്പിക്കുക. ഒപ്പം ആ 1 രൂപ അതേപോലെ തന്നെ എടുത്ത് വിഷ്ണു ഭഗവാനും സമർപ്പിച്ച് ഇതേ പ്രാർത്ഥന വിഷ്ണു ഭഗവാനോടും പ്രാർത്ഥിച്ചതിന് ശേഷം അത് അവിടെ തന്നെ നാളെ ദിവസം മുഴുവൻ ഇരുന്നോട്ടെ. അതായത് വ്യാഴാഴ്ച മുഴുവൻ, വെള്ളിയാഴ്ച പിറ്റേ ദിവസം വരുന്ന ശുക്രഹോര 6 to 7 ആ സമയം, ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 to 2, രാത്രി 8 to 9, ഈ 3-ൽ ഏത് സമയത്താണോ ആ സമയത്ത് അത് നമ്മളൊരു റെഡ് കളറിലെയോ യെല്ലോ കളറിലെയോ കിഴിയിൽ ആ ഒരു കൂവളത്തിലെയും ആ ഒരു 1 രൂപ നാണയവും വെച്ച് ഒരു കിഴി കെട്ടിയിട്ട് ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്നുള്ള മന്ത്രം ചൊല്ലി ആ കിഴി മഹാലക്ഷ്മിയുടെ പാദത്തിലും സമർപ്പിച്ചിട്ട് ശുക്രഹോര തീരുന്ന സമയത്തിനുള്ളിൽ തന്നെ നമ്മളതെടുത്ത് നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്തായിട്ട് കെട്ടിയിടണം. അതായത് നാളത്തെ ദിവസം മഹാദേവനും മഹാവിഷ്ണുവിനും സമർപ്പിച്ച കൂവളത്തിലെയും 1 രൂപ നാണയവും പിറ്റേ ദിവസം വെള്ളിയാഴ്ച വരുന്ന ശുക്രഹോര സമയത്ത്, 3 സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പിറ്റേ ദിവസം വെള്ളിയാഴ്ച ചെയ്യുമ്പം ലക്ഷ്മി ദേവിക്ക് മുൻപിൽ ഒരു ചെറിയ നെയ്ദീപം കൊളുത്തി വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. കിഴികെട്ടി നമ്മുടെ വലത്തേ കയ്യിൽ പിടിച്ച് മഹാലക്ഷ്മിയുടെ മന്ത്രം ചൊല്ലി അത് നമ്മൾ ആ സമയത്ത് തന്നെ, അതായത് ശുക്രഹോര സമയത്ത്, വെള്ളിയാഴ്ച ശുക്രഹോര സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ എവിടെയെങ്കിലും കെട്ടിയിടണം. ഫ്രണ്ട് ഡോറിൻ്റെ മുകൾ വശത്തായിട്ട് നമ്മൾ തോരണമൊക്കെ കെട്ടിയിടുന്ന ആ ഭാഗത്തായിട്ട് എവിടെയെങ്കിലും കെട്ടിയിടാം. ഇനി ഫ്രണ്ട് ഡോറിൽ ഞങ്ങൾക്ക് കെട്ടിയിടാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാവർക്കും ലോക്ക് ഉണ്ടാകും, ആ ലോക്കിന് പുറത്ത് നമ്മൾ അകത്തൊരിക്കലും കെട്ടിയിടരുത്, പുറത്ത് വേണം കെട്ടിയിടാൻ. മറ്റുള്ളവർ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനി നിങ്ങളുടെ ഫ്രണ്ട് ഡോറിനോട് ചേർന്ന് വലത്തോ ഇടത്തോ ആയിട്ട് ജനൽ, നമ്മുടെ മെയിൻ ഡോറിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് വശങ്ങളിൽ നമുക്ക് ജനലുണ്ടാകും, ആ ജനലിലാണെങ്കിലും കെട്ടിയിട്ടാൽ മതി. ഈ വർഷം മുഴുവൻ അത് നമ്മുടെ വീട്ടിലോട്ട് പ്രോസ്പെരിറ്റിയെ സ്വാഗതം ചെയ്യുന്ന കവചമായിട്ട് അവിടെ നിലകൊള്ളുന്നതായിരിക്കും. ഇപ്പോൾ മഴയൊക്കെ വന്ന് നനയും എന്നൊരു പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ മഴക്കാലം വരുമ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് അകത്തോട്ടായിട്ട് മാറ്റി കെട്ടി വെച്ചാൽ മതിയാവും. അങ്ങനെ അല്ലെങ്കിൽ അത് അവിടെ ഏറ്റവും ബെറ്റർ നമ്മുടെ ഫ്രണ്ട് ഡോറിൽ ഇത് കെട്ടിയിടുന്നതാണ്. ഫ്രണ്ട് ഡോറിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മാവില തോരണമൊക്കെ കെട്ടുന്നത് പോലെ ആ ഒരു ഭാഗത്തായിട്ട് കെട്ടിയിടുന്നതാണ് നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത്. സൗഭാഗ്യപ്രദോഷ ദിവസം നമ്മളിത് ചെയ്താൽ വളരെ വളരെ ഉത്തമമാണ്. കാരണം തുടക്കത്തിൽ വരുന്ന വ്യാഴാഴ്ചയും പ്രദോഷവും പിറ്റേ ദിവസം വരുന്ന വെള്ളിയാഴ്ചയും മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും കടാക്ഷം നമ്മുടെ വീട്ടിലോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ ഒരൊറ്റ കാര്യം മതിയാവും നമ്മുടെ വീട്ടിൽ കോടി നന്മകളും ലഭിച്ച് നമുക്ക് സർവ്വസമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. വിശ്വാസപൂർവ്വം ഇത് ചെയ്താൽ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.